സ്നേഹമുള്ളവരെയും പാലാ വലിയപള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് തോമസ് കത്തീഡ്രലിൽ ജനുവരി 6-ാം തീയതി ദനഹ തിരുനാൾ അല്ലെങ്കിൽ രാക്കുളി തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ജനുവരി 5-ാം തീയതി 3 മണിക്ക് സായാഹ്ന പ്രാർത്ഥനയെ തുടർന്ന് തിരുസ്വരൂപങ്ങളുടെ പ്രതിഷ്ഠയാണ്. പരസ്യവണക്കത്തിനായിട്ട് തിരുസ്വരൂപങ്ങൾ പുതിയ പള്ളിയിലും പഴയ പള്ളിയിലും പ്രതിഷ്ഠിക്കുന്നു. അതിനുശേഷം 4 മണിക്ക് പാലാ ടൗൺ കുരിശുപള്ളിയിൽ പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കും. തുടർന്ന് 5 മണിക്ക് അവിടെ ആഘോഷമായ കുർബാന അർപ്പിക്കപ്പെടും. വൈകുന്നേരം 6 മണിക്ക് പാലാ അമലോത്ഭ ജൂബിലി കപ്പേളിൽ നിന്നും പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപം സംഭവിച്ചുകൊണ്ടുള്ള ആഘോഷമായ പ്രതിഷ്ഠണം പാലാ കത്തീഡ്രലിലേക്ക് നടക്കും. കത്തീഡ്രലിൻ്റെ പ്രവേശന കവാടത്തിലെത്തുമ്പോൾ പഴയ പള്ളിയിൽ നിന്നും മാർത്തോമാ ശ്ലീഹായുടെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രതിഷ്ഠണം, കുരിശിൻ തൊട്ടിയിൽ എത്തുമ്പോൾ 2 രൂപങ്ങളും 3 പ്രാവശ്യം ഉയർത്തി ആദരവ് പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ ഉണ്ട്. അതിനുശേഷം തിരുനാൾ സന്ദേശം നൽകപ്പെടും. തിരുനാൾ സന്ദേശത്തെ തുടർന്ന് പുതിയ പള്ളിയിൽ നിന്നും ഈശോയുടെ മാമോദിസായെ അനുസ്മരിപ്പിക്കുന്ന തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠണം പുതിയ പള്ളിയിൽ നിന്നും കുരിശിൻ തൊട്ടിയിൽ എത്തി 3 പ്രതിഷ്ഠങ്ങളും സംഗമിച്ച് പുതിയ പള്ളി വലയം വെച്ച് ദേവാലയം എത്തുന്ന പ്രതിഷ്ഠണമാണ് സമാപിക്കുന്നത്. അതേ തുടർന്ന് സമാപന പ്രാർത്ഥനയും ആശീർവാദവും ഉണ്ടായിരിക്കും. അതിനുശേഷം പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ജീവിതം സാക്ഷി എന്നുള്ള സാമൂഹ്യ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടും. 6-ാം തീയതി പ്രധാന തിരുനാൾ ദിവസമാണ്. സഭ അന്ന് ദനഹ തിരുനാളായിട്ട് ആചരിക്കുന്നു. ഈ തിരുനാൾ രാക്കുളി എന്നും പിണ്ടുകുത്തി തിരുനാളെന്നും അറിയപ്പെടുന്നു. രാവിലെ 5:30 10 മണിക്കും വൈകുന്നേരം 4 മണിക്കും ആഘോഷമായ വിശുദ്ധ കുർബാനയുണ്ട്. അതിൽ തന്നെ 10 മണിക്കുള്ള അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്തിലുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വിശുദ്ധ കുർബാനയിൽ പാലാ രൂപതയിലെ നവവൈദികർ സഹകാർമ്മികരായിരിക്കും. വൈകുന്നേരത്തെ 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായിട്ടുള്ള തിരുനാൾ പ്രദക്ഷിണം നടക്കും. ആ പ്രദക്ഷിണ സമയത്ത് പ്രശസ്തമായിട്ടുള്ള മലയുന്തും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി അവതരിപ്പിക്കപ്പെടുന്ന ശിശുവധ ആവിഷ്കാരവും സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടും. തിരുനാൾ പ്രദക്ഷിണ സമാപനത്തിൽ ആശീർവാദത്തോടുകൂടെ തിരുക്കർമ്മങ്ങൾ സമാപിക്കുന്നതാണ്. ജനുവരി 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 7:10 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങളുടെ പുനഃപ്രതിഷ്ഠയും അതോടൊപ്പം തന്നെ തിരുനാൾ കൊടിയിറക്കി തിരുനാൾ സമാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.